ചരിത്രത്തിലാദ്യമായാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പാലാ നഗരസഭയുടെ അധികാരം പിടിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടിയതായിരുന്നു LDFന് നേട്ടമായത്. നഗരസഭാ ചെയർമാൻ സ്ഥാനം ആദ്യത്തെ 2 വർഷം കേരള കോൺഗ്രസിനും 1 വർഷം CPMനും അവസാനത്തെ 2 വർഷം കേരള കോൺഗ്രസിനും എന്നതായിരുന്നു ധാരണ. എന്നാൽ CPM പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ബിനു പുളിക്കക്കണ്ടം ചെയർമാനാകുന്നത് കേരള കോൺഗ്രസ് എം തടഞ്ഞു. അന്നു മുതൽ കറുത്ത വസ്ത്രം ധരിച്ച് കൗൺസിൽ യോഗത്തിലും പുറത്തും ബിനു പ്രതിഷേധിച്ചു. എന്നാൽ 1.5 വർഷത്തിനിപ്പുറം ബിനു കറുത്ത വസ്ത്രം ഉപേക്ഷിക്കുകയാണ്. പിന്മാതിലൂടെ നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് മാറിക്കൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിക്കുന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരാളോട് പ്രതിഷേധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാനോ ഒന്നും ഒരു പ്രസക്തിയില്ല. അദ്ദേഹം ഓടി ഒളിക്കുക. അപ്പോൾ ആ ഓടി ഒളിക്കുന്ന ഒരാളോട് എന്തൊരു യുദ്ധം ചെയ്യണം? അതാണ് ഞാൻ വെള്ള വസ്ത്രത്തിലേക്ക് മാറാൻ തീരുമാനിക്കും. ജോസ് കെ മാണി നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിച്ചാൽ തോൽവി ഉറപ്പാണെന്നും ബിനു പറയുന്നു. നോമിനേറ്റഡ് MLA അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ പോലെ ഉള്ളവർക്ക് നിയമസഭ കാണാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യം നമുക്ക് കേരളത്തിലില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സേഫായിട്ട് മാറി. ഒരുപക്ഷെ അദ്ദേഹം അത് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാവും. അതേസമയം എയർപോർട്ട് മോഷണ കേസിലെ അറസ്റ്റ് ഭയന്നിട്ടാണ് ബിനുവിന്റെ നീക്കമെന്ന് കേരള കോൺഗ്രസ് എം പ്രതികരിച്ചു. ആ കറുത്ത ഡ്രസ്സ് മാറാൻ കാരണം ജോസ് കെ മാണിക്ക് MP സ്ഥാനം കിട്ടിയതിലുള്ള വിഷമം കൊണ്ടും അസൂയ കൊണ്ടും ആണത് മാറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നാടകീയ രംഗങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള പാലാ നഗരസഭയിൽ വെളുത്ത വസ്ത്രം ധരിച്ച് ബിനു അടുത്ത കൗൺസിൽ യോഗത്തിനെത്തും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.